ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെ? ഓക്കെ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൻ്റെ ഭാവിയെ ബാധിക്കുന്ന നിർണ്ണയിക്കപ്പെടുന്ന 4 മണ്ഡലങ്ങൾ: 1 ആലപ്പുഴ, 2 കോട്ടയം, 3 പൊന്നാനി, 4 മലപ്പുറം. ഈ 4 മണ്ഡലങ്ങളിലെ ജയപരാജയങ്ങൾ, അവിടുത്തെ ഭൂരിപക്ഷം, വിജയിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം, രണ്ടാമത് വരുന്ന കക്ഷിയാർ, അവരുടെ മൂന്നാമത് വരുന്ന കക്ഷിയാർ, ഇതിൻ്റെ അന്തരങ്ങൾ, ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് കക്ഷിക്ക് അധികാരം കിട്ടും എന്നുള്ളതിന് വ്യക്തമായിട്ട് സൂചന നൽകുന്നതാണ്. ഇപ്പോൾ മലപ്പുറം പൊന്നാനി മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് UDF ഫിക്സഡായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ അവരുടെ ഭൂരിപക്ഷം ഗണ്യമായി കുറയുകയും അതല്ലെങ്കിൽ അവരുടെ ഭൂരിപക്ഷം വളരെ ശക്തമായി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് UDF ഭാവിയിലൊരു ചാൻസ് ഉണ്ടെന്ന് തന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റും. അതുപോലെ തന്നെ കോട്ടയം മണ്ഡലത്തിൽ തുഷാർ വെള്ളാപ്പള്ളിയാണ് NDAയുടെ സ്ഥാനാർത്ഥി. കഴിഞ്ഞ പ്രാവശ്യം കേരള കോൺഗ്രസ് മാണി വിഭാഗം ജയിച്ച മണ്ഡലമാണ്. അവർ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണ്. ആ മണ്ഡലത്തിൽ ഇടതുപക്ഷം വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ UDF വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുക, അതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥി വളരെയധികം വോട്ട് പിടിക്കുക, ആ വോട്ട് എവിടെ ആരുടെ കയ്യിൽ നിന്നാണ് പോയത്, ഇതെല്ലാം വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ആലപ്പുഴ മണ്ഡലം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കിട്ടിയ ഏക സീറ്റാണ് ആലപ്പുഴ. ആ സീറ്റിൽ ഇടതുപക്ഷം വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയാണെങ്കിൽ വീണ്ടും തുടർ ഭരണം ഉറപ്പിക്കാം ഇടതുപക്ഷത്തിന്. നേരെ മറിച്ച് ഇടതുപക്ഷം വൻ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുകയും അവിടെ NDA സ്ഥാനാർത്ഥി വളരെയധികം വോട്ട് പിടിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ 4 മണ്ഡലത്തിലെ ജയപരാജയങ്ങളും ഭൂരിപക്ഷമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ അടുത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പോകുന്ന ഘടകം. മറ്റുള്ള മണ്ഡലങ്ങളിലെ ജയപരാജയങ്ങളൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ കാര്യമായിട്ട് മാറ്റം വരുത്തുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ യഥാർത്ഥത്തിൽ ഉറ്റുനോക്കേണ്ടതും ശ്രദ്ധിക്കേണ്ട മണ്ഡലം ഇതാണെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾക്ക് ഈ മണ്ഡലത്തിലെ ജൂൺ 4 തെരഞ്ഞെടുപ്പിന് ശേഷം അതിൻ്റെ റിസൾട്ട് വന്നിട്ട് നമുക്കിതിനെ പറ്റി അടുത്ത സ്റ്റെപ്പ് പറയുന്നതായിരിക്കും. ഓക്കെ.